ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഋതിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി ടൈം ടേബിളിൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ രണ്ടു മൂന്ന് പേര് എന്നോട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ സ്റ്റഡി ടൈം ടേബിളിൻ്റെ വീഡിയോ ഇടുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും കുറേ വീഡിയോസ് കാണാൻ കഴിഞ്ഞു. പക്ഷേ ഈ ഒരു ക്യാമ്പിൻ്റെ സമയത്ത് എങ്ങനെ ഒരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കണം അങ്ങനത്തെ വീഡിയോ ഞാൻ ഇതുവരെ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു രീതിയിൽ ഞാൻ എങ്ങനെ പഠിക്കുന്നു, എപ്പോൾ പഠിക്കുന്നു എന്നുള്ളതാണ് ഞാൻ എഴുതിയേക്കുന്നത്. നിങ്ങൾക്കിത് ശരിയാവുമെന്നൊന്നും അറിയില്ല, എന്നാലും ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെന്ന് പറയുന്നത് ഞാനെപ്പോൾ സ്കൂളിലോട്ട് പോകുന്നു, എപ്പോൾ വരുന്നു, ആ ഒരു സമയം അനുസരിച്ചാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കും ഈ ഒരു സമയത്ത് തന്നെയാണ് പോകുന്നത് വരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ എങ്ങനെ എപ്പോൾ പഠിക്കണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ രാവിലെ ഒരു 4:45 എണീക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ എണീക്കേണ്ടവർക്ക് അങ്ങനെ എണീക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു 4:45 എണീക്കണം എന്നുള്ളതാണ്. അപ്പോൾ 4:45 മുതൽ 5 മണി വരെ ഒരു 15 മിനിറ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ബ്രഷൊക്കെ ചെയ്തൊന്ന് ഫ്രഷ് ആവാം, പിന്നെ ബെഡൊക്കെ ഒന്ന് മടക്കി വെച്ച് സെറ്റാക്കാം, പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. പിന്നെന്ന് പറയുന്നത് 5 മണി തൊട്ട് 5:30 വരെയാണ്. ആ ഒരു സമയത്ത് നമുക്ക് തലേദിവസം സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കിടക്കുമായിരിക്കും. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മറന്നു വിട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു 5 മണി തൊട്ട് 5:30 വരെയുള്ള ഒരു അരമണിക്കൂർ സമയത്ത് നമ്മൾ ആ ഒരു പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്തെടുക്കുക. പിന്നെന്ന് പറയുന്നത് 5:30 മുതൽ 6:30 വരെയാണ്. ആ ഒരു സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ ചാപ്റ്ററോ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കുക. കുറച്ചും കൂടെ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ രാവിലെ പഠിക്കുക എന്നുള്ളതാണ്. ബിക്കോസ് രാവിലെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തലയിൽ കയറും. എനിക്കങ്ങനെയാണ് കേട്ടോ, നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ രാവിലെ കുറച്ച് ടഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക ഒരു മണിക്കൂറിൽ. അപ്പോൾ ഞാൻ രാവിലെ 6:30 വരെയാണ് പഠിക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ മാറി സ്കൂളിലോട്ട് പോവാം. ഇത്ര നേരത്തെ നിർത്തുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ നേരത്തെ ക്യാമ്പ് തുടങ്ങുമല്ലോ, 8 മണിയാകുമ്പോഴത്തേക്കും തുടങ്ങുമല്ലോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനേക്കാട്ട് നേരത്തെ ആയിരിക്കും, ചിലപ്പോൾ വൈകിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വൈകിയ സ്കൂളിൽ എത്തണമെങ്കിൽ നിങ്ങൾക്ക് 7 മണി വരെ പഠിക്കാം. എന്നിട്ട് സ്കൂളിലോട്ട് പോകാൻ റെഡിയായാൽ മതി. അപ്പോൾ അങ്ങനെ പഠിക്കാം കേട്ടോ. അപ്പോൾ ക്യാമ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈവനിങ് ക്ലാസ്സും കൂടി ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു ക്ലാസ് ഒരു 4:45-5 മണിയാകുമ്പോഴത്തേക്കും കഴിയും. അപ്പോൾ ഒരു 5:30 ആകുമ്പോഴത്തേക്കും ഞാൻ വീട്ടിലെത്തും കേട്ടോ. അപ്പോൾ ഞാനൊരു 5:30 മുതലുള്ള ടൈം ടേബിളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ നേരത്തെ എത്തുവാണെങ്കിൽ ഈ ഒരു 5:30 വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യാം. എന്തെങ്കിലും പഠിക്കുകയോ വേറെ എന്തെങ്കിലും പഠിക്കുകയോ കളിക്കുകയോ ഫോണിൽ നോക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ 5:30 മുതലാട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ 5:30 ആകുമ്പോഴത്തേക്കും ഞാൻ വീട്ടിലെത്തും. 5:30 മുതൽ 6 മണിയുള്ള ഒരു അരമണിക്കൂർ സമയത്ത് ഞാൻ യൂണിഫോമൊക്കെ മാറ്റി ഫ്രഷ് ആവും, കാപ്പിയോ ചായയോ എന്തെങ്കിലും കുടിക്കും, അതിനോട് കടിയും കഴിക്കും. പിന്നെ ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഈ ഒരു രാത്രിത്തേക്കും രാവിലത്തേക്കും കൂടെ എന്തൊക്കെ പഠിക്കണം എന്നുള്ളൊരു ടു ഡു ലിസ്റ്റും കൂടി ഉണ്ടാക്കും കേട്ടോ ആ ഒരു സമയത്ത്. പിന്നെന്ന് പറയുന്നത് 6 മണി തൊട്ട് 6:50 വരെയാണ്. ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും പഠിക്കാം. പിന്നെന്ന് പറയുന്നത് 6:50 മുതൽ 7 മണി വരെ ഒരു 10 മിനിറ്റ് സമയത്ത് നമ്മൾ ആ ഒരു പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുമോ, പുറത്തുകൂടെ എന്തെങ്കിലും നടക്കുമോ, ഫാമിലിയായിട്ട് സംസാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അത് നമ്മൾ ഒറ്റ ഇരിപ്പിൽ തന്നെ കുറേ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. ഇങ്ങനെ നമ്മളെന്തെങ്കിലും 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ഫ്രഷായി പിന്നെ നമുക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ കിട്ടും പഠിക്കാൻ. അപ്പോൾ അങ്ങനെ 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. എന്നിട്ട് 7 മണി തൊട്ട് 8 മണി വരെ പിന്നെയും പഠിക്കുക. പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ 8 മണി തൊട്ട് 8:30 വരെ ഡിന്നർ കഴിക്കുക. ഞാൻ പറയുന്നത് ഒരു 8 മണിക്ക് കഴിക്കണമെന്നാണ്. നമ്മൾ കുറച്ചും കൂടെ വൈകിട്ട് കഴിക്കുന്നതിനെക്കാട്ടും നമ്മൾ ഉറങ്ങുന്നതിനെക്കാട്ടും 2 മണിക്കൂർ മുന്നേ കഴിക്കണം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു 8 മണി തൊട്ട് 8:30 വരെ നമുക്ക് ഡിന്നർ കഴിക്കാം. അതിൻ്റെ കൂടെ TV ആണെങ്കിൽ TV ആണ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാം. 8:30 മുതൽ 9 മണി വരെ ഞാൻ പറയുന്നത് റിവൈസ് ചെയ്യണമെന്നാണ്. നമ്മൾ സ്കൂളിൽ പോയിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു കാര്യങ്ങൾ പെട്ടെന്ന് ഒരു അരമണിക്കൂറിൽ ഒന്ന് എല്ലാം കൂടെ ഒന്ന് റിവൈസ് ചെയ്തൊന്ന് ഓടിച്ച് പോയിട്ട് വരിക. പിന്നെന്ന് പറയുന്നത് 9 മണി തൊട്ട് 10:50 വരെയാണ്. ഒരു 1:50 മിനിറ്റാണ് ഞാൻ പറയുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും പഠിക്കുകയൊക്കെ ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് ബ്രേക്ക്, ഒരു 10 മണി കഴിഞ്ഞിട്ട് 10 മിനിറ്റ് ബ്രേക്ക് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ 9 മണി തൊട്ട് 10:50 വരെ ഒന്ന് പഠിക്കുക. പഠിച്ച് കഴിഞ്ഞിട്ട് 10:50 മുതൽ 11 മണി വരെ 10 മിനിറ്റ് ബ്രേക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിപ്പം ഇത്ര നേരം പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. പിന്നെ കിടക്കാനുള്ള ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക. എന്നിട്ട് 11 മണിയാകുമ്പോൾ കിടന്നു.
അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയൊരു സ്റ്റഡി ടൈം ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഒരു സ്റ്റഡി ടൈം ടേബിൾ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലെന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും മാറ്റം വരുത്തണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ സ്കൂളിലോട്ട് പോകുന്നു, അപ്പോൾ തിരിച്ചു വരുന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴാണ് ക്യാമ്പ് എത്ര മണിക്ക് തുടങ്ങുന്നു എത്ര മണിക്ക് കഴിയുന്നു എന്ന് എനിക്ക് അത്ര നിശ്ചയമില്ല. എന്നാലും ഞാൻ വേറെ സ്കൂളിലുള്ള 2-3 കുട്ടികളോടും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഏകദേശം ഈ ഒരു സമയത്ത് തന്നെയാണ് തുടങ്ങുന്നത് കഴിയുന്നതാണ് ഞാൻ കേട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയക്രമം ടൈം ടേബിളിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ. പിന്നെ നിങ്ങൾക്ക് അടുത്ത വീഡിയോയ്ക്കുള്ള കണ്ടൻറ്റ് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടതിനുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.